എല്ലാവർക്കും നമസ്കാരം. AJ എഞ്ചിനീയറിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു വർക്ക് ബോബ്ക്യാറ്റ് 37ൻ്റെ സ്വിംഗ് ബെയറിങ്ങിൻ്റെ ബോൾട്ടുകളെല്ലാം ഒടിഞ്ഞു പോയിരുന്നു. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലിയറാക്കി ഓവർ സൈസ് ബോൾട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം മറിഞ്ഞ് അതിൻ്റെ ക്യാബിനൊക്കെ ബെൻഡായിട്ട് വന്നൊരു വണ്ടിയായിരുന്നു. ഗ്ലാസ്സൊക്കെ പൊട്ടി. അതൊക്കെ നമ്മൾ ബെൻഡ് നൂർത്ത് അവസാനത്തെ മിനുക്ക് പണിയിലേക്ക് പെയിൻറ്റിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മളൊരു 70 വണ്ടി കാണുന്നുണ്ട്. ഹിറ്റാച്ചി 70. അതിൻ്റെ ട്രാക്കിൻ്റെ റോളർ, സ്പ്രോക്കറ്റ് വീല്, അതുപോലെ ഹൈഡർ വീലിൻ്റെ പ്ലേ, പിന്നെ ബക്കറ്റ് സൈഡ് പിന്ന്, ബുഷ്, എൻഡ് ബോസ്, ബക്കറ്റിൻ്റെ ബോസുകൾ, ഇതൊക്കെ നമ്മൾ മാറുന്നുണ്ട്. ഇതൊരു 1 ടണ്ണാണ്, ഹിറ്റാച്ചി 1 ടണ്ണ്. ഇതിൻ്റെ ബൂമിൻ്റെ ബോട്ടത്തിൽ വരുന്ന ആ പിന്ന് വരുന്ന ഭാഗം അത് മുഴുവനും ഓവലായി പോയിട്ടുണ്ട്. അത് നമ്മൾ ക്ലിയർ ആക്കാനുണ്ട്. അങ്ങനെ ഒരു 2010 വണ്ടി, ഈ JCB, ഈ കാണുന്ന JCB 2010, അത് റീടെസ്റ്റാണ്. അതിൻ്റെ വർക്കിന് വേണ്ടി വന്നതാണ്. അതിൻ്റെ വർക്കുകൾ ജസ്റ്റ് സ്റ്റാർട്ടായതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഫാബ്രിക്കേഷൻ ഏരിയയിലേക്ക് പോകാം. ആ ഫാബ്രിക്കേഷൻ വർക്കുകളൊക്കെ നടക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഏരിയയിലാണ്. നമുക്ക് ഓൾറെഡി നമ്മളൊരു ബ്രേക്കറിൻ്റെ ടോപ്പ് ലൈറ്റ് നമ്മൾ മാറിയിട്ടുണ്ട്, മാറി കഴിഞ്ഞിരുന്നു. പിന്നെ ഒരു ഹോയിസ്റ്റ്, ഇലക്ട്രിക് ഹോയിസ്റ്റ് നമ്മളിവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്കൊരു മാനുവലായിട്ടുള്ള ഒരു ചെയിൻ ബ്ലോക്കായിരുന്നു. ഇത് വന്നേ പിന്നെ നമ്മുടെ വർക്കുകൾ ഒന്നുകൂടെ ഫാസ്റ്റായി. നമ്മുടെ സ്റ്റാഫിൻ്റെ ശാരീരിക അധ്വാനം വളരെ കുറഞ്ഞു. അങ്ങനെയെല്ലാം വർക്കുകളൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ബ്രേക്കറിൻ്റെ ഹെഡാണ് ഇപ്പോൾ കാണിച്ചത്. ഇവിടെ നമ്മുടെ കണ്ണൻ ഫ്രണ്ട് ആക്സിലിൻ്റെ പിന്നും ബുഷുമൊക്കെ മാറുന്ന പരിപാടിയിലാണ്. അതിൻ്റെ ചെറിയ ട്രാക്കിൻ്റെ റോഡിൻ്റെ ഹോള് ഓവലായിരുന്നു, അതൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ജിനീഷ് ഇവിടെ വണ്ടിയുടെ ഫ്രണ്ട് ആക്സിലിൻ്റെ സെൻറ്ററിലെ ബോസ് മാറ്റുന്നതാണ് കാണുന്നത്. ഓൾറെഡി കട്ട് ചെയ്തു. ഞാൻ ബോസ് സെറ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഇത് തീർത്ത് നമുക്ക് വണ്ടി ഇറക്കേണ്ടതുണ്ട്. അടുത്ത് നമ്മുടെ ഒരു കാറ്റർപില്ലറിൻ്റെ 42B വണ്ടിയുടെ കിങ് പോസ്റ്റ് ഓവലായിരുന്നു. അതിൻ്റെ ഹോളുകളൊക്കെ, ഈ കാണുന്ന ഹോളുകളൊക്കെ ഓവലായിരുന്നത് ബോർ ചെയ്ത് സ്ലീവ് ചെയ്തതാണ്. അതുപോലെ ബൂമറാമിൻ്റെ ഹെഡ് സൈഡ് വരുന്ന ഹോളുകൾ, മെയിൻ ഹോളുകൾ 4 എണ്ണം, ഇത്രയും വർക്കുകൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ. അങ്ങനെ വർക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാനുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പണി തീർത്ത വണ്ടികളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ഇതിലൊരു വണ്ടി, ഈ ബോബ്ക്യാറ്റ് കാണുന്നത് 37, അതിൻ്റെ ട്രാക്കിൻ്റെ റോളറുകളൊക്കെ മാറാനുണ്ട്. അതെല്ലാം കംപ്ലയിൻറ്റ്സ് ആയിരുന്നു, ഓൾറെഡി ഡാമേജായി. അത് സാധനം വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്ന PC71, അതിൻ്റെ വർക്കുകൾ തീർന്നു കിടക്കുന്നതാണ്. അതുപോലെ ഈസ്റ്റ് വെസ്റ്റിൻ്റെ ഒരു JCBയുടെ വർക്കുകൾ തീർന്നു കിടക്കുന്നതാണ്. അതിൻ്റെ ഓപ്പറേറ്റർ വരാത്തത് കൊണ്ടാണ് വണ്ടി കൊണ്ടുപോകാതിരിക്കുന്നത്. ഇത് 2019 വണ്ടി. കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്പലപ്പുഴയുള്ള ഒരു കസ്റ്റമർ മൂവാറ്റുപുഴയിൽ നിന്നും എടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ കുറച്ച് പണികൾ തീർക്കാനുണ്ടായിരുന്നു. അതിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് അത് തന്നെ കൊടുക്കണം. നമ്മുടെ മൂവാറ്റുപുഴയിലുള്ള ഷിഹാബ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് വണ്ടിയുടെ ഡീലറാണ്. അദ്ദേഹം നമ്മുടെ ഇന്ത്യ ടെക്സിൽ, പഴയ JCBയുടെ കേരളത്തിലെ ഡീലർഷിപ്പ് ആയിരുന്ന ഇന്ത്യ ടെക്സിൽ ഞാനും ഷിഹാബൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. നല്ല വണ്ടികൾ മാത്രമാണ് അദ്ദേഹം സെയിൽ ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഒരു സർവീസ് എഞ്ചിനീയർ ആയിരുന്നതുകൊണ്ട് വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും വളരെ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമേ അദ്ദേഹം എടുക്കാറുള്ളൂ, മറ്റുള്ളവർക്ക് കൊടുക്കാറുള്ളൂ. അത്രയും നല്ല ക്ലിയറായിട്ട് ഉള്ള വണ്ടികൾ മാത്രമാണ് അദ്ദേഹം എടുക്കുന്നത്. പിന്നെ ഒരു സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞ JCB ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ കാണുന്ന ബോബ്ക്യാറ്റ് തീർത്തിട്ടിരിക്കുന്നതാണ് വണ്ടി. സെൻറ്റ് മേരീസിൻ്റെ ടോപ്പ് ലൈറ്റ്, ബക്കറ്റ് സൈഡ്, പിന്ന്, ബുഷ്, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ കാണുന്ന ബക്കറ്റ് സൈഡിലെ 5 പിന്നും 13 ബുഷുകളും നമുക്ക് മാറാനുണ്ട്. ഇത്രയും വർക്കേ ഉള്ളൂ. ഇത് നമ്മുടെ ക്യാമറാമാൻ, എൻ്റെ കൂടെ ഒരു ക്യാമറാമാനുണ്ട്. ഈ ക്യാമറാമാൻ്റെ വണ്ടിയാണ്. ആളില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെയാണ് ഞാൻ ക്യാമറാമാനായിട്ട് നിയമിച്ചത്. അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ 2 സ്ലൂ റാമിൻ്റെ സീലുകൾ മാറാനുണ്ട്. അത് തന്നെ തീർത്ത് പെട്ടെന്ന് ഇന്ന് തന്നെ കൊടുക്കണം. ഓക്കെ, നമുക്കിനി വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു ഓൾ.